ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി യോഹന്നാൻ്റെ സുവിശേഷ പഠനവുമായി നിങ്ങളുടെ പക്കലേക്കെത്താൻ കർത്താവ് തരുന്ന ഈ സന്ദർഭത്തെയും അവസരത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷ പഠനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കർത്താവ് തരുന്ന ഈ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇപ്രകാരം നിങ്ങളെ വചനത്തിലൂടെ സമീപിക്കാൻ കർത്താവ് തരുന്ന കൃപാവരം വലുതാണ്. നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് കടക്കുമ്പോൾ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തെ കൃത്യമായിട്ട് 2 പുസ്തകങ്ങളായി നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്നാമത്തേത് അടയാളങ്ങളുടെ പുസ്തകം. അത് ആദ്യത്തെ 12 അധ്യായങ്ങൾ ചേരുന്നതാണ് അടയാളങ്ങളുടെ പുസ്തകം. രണ്ടാമത്തേത് മഹത്വത്തിൻ്റെ പുസ്തകം. അത് 13 മുതൽ പിന്നീട് 21-ാമത്തെ അധ്യായം വരെയുള്ള ആ ഭാഗത്തെയാണ് മഹത്വത്തിൻ്റെ പുസ്തകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടാകണം. ഈ തരംതിരിവ് യോഹന്നാൻ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് ദ ബുക്ക് ഓഫ് സയൻസ്, അടയാളങ്ങളുടെ പുസ്തകം. അതാണ് ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. രണ്ടാമത്തേത് മഹത്വത്തിൻ്റെ പുസ്തകം, അതായത് 13 മുതൽ 21 വരെയുള്ള പുസ്തകം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം എന്ന് പറയുന്നത് അടയാളങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗമാണ്. അതായത് യോഹന്നാൻ 11-ാം അധ്യായം 1 മുതൽ 12-ാം അധ്യായത്തിൻ്റെ 50 വരെയുള്ള വാക്യങ്ങൾ അടയാളങ്ങളുടെ പുസ്തകം ഈ ഭാഗത്തോടു കൂടി അവസാനിക്കുകയാണ്. നമ്മൾ യേശുവിൻ്റെ ഏതാണ്ട് 7 അടയാളങ്ങൾ കണ്ടു, അല്ലെങ്കിൽ യേശുവിൻ്റെ 7 അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു. ആ 7 അത്ഭുതങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമ്മൾ കർത്താവ് ആരാണ് എന്ന സത്യമാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ചു. ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആ 7 കാര്യങ്ങളെ കൊണ്ടുവരികയാണ്. ഒന്ന്, വെള്ളം വീഞ്ഞാക്കിയത്. രണ്ടാമത്തേത് രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തിയത്. മൂന്നാമത്തേത് ബത്സേദ കുളത്തിൻ്റെ കരയിൽ തളർവാത രോഗിയെ സുഖപ്പെടുത്തിയത്. നാലാമത്തേത് 5 അപ്പം 5000-ആയി വർദ്ധിപ്പിച്ചത്. അഞ്ചാമത്തേത് വെള്ളത്തിൻ്റെ മീതെ നടന്നത്. ആറാമത്തേത് ജന്മന അന്ധനായിരുന്നവനെ സുഖപ്പെടുത്തിയത്. ഏഴാമത്തേതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതം. അപ്പോൾ ഇതിലെ ഓരോ അത്ഭുതത്തിലൂടെയും ഞാൻ പറഞ്ഞിരുന്നു, യോഹന്നാൻ അത്ഭുതം എന്ന പേര് വിളിക്കുന്നില്ല, മറിച്ച് യോഹന്നാൻ വിളിക്കുന്ന പേര് അടയാളങ്ങൾ എന്നാണ്. അടയാളം മറ്റെന്തിലേക്കോ ഉള്ള ഒരു വഴികാട്ടിയാണ്, സൂചനയാണ്. അത് സൈൻ ബോർഡാണ് അടയാളം. അപ്പോൾ ഈ അത്ഭുതത്തിൽ അത് അവസാനിക്കുന്നില്ല. ഈ അത്ഭുതത്തിൽ നിന്ന് അത് മറ്റെന്തിലേക്കോ നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, എന്തിലേക്കാണ് അത് നമ്മളെ വിളിക്കുന്നത്? അത് നമ്മളെ വിളിക്കുന്നത് യേശു ആരാണ് എന്ന് മനസ്സിലാക്കുന്ന ആ വസ്തുതയിലേക്കാണ് ഈ അടയാളങ്ങൾ നമ്മെ നയിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അടയാളങ്ങൾ, ഈ 7 അടയാളങ്ങൾ നമ്മളെ എന്ത് പഠിപ്പിക്കും? യേശു ആരാണ് എന്ന് പഠിപ്പിക്കും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ യേശുവിൻ്റെ ദൈവത്വം, യേശു ദൈവപുത്രനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ 7 അടയാളങ്ങൾ. അപ്പോൾ ആ ഒരു ചിന്ത കുറേ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്നതിന് ഞാൻ ഈ 7 അടയാളങ്ങളിലൂടെ കർത്താവ് തൻ്റെ ദൈവത്വത്തിൻ്റെ ഏതൊക്കെ മാനങ്ങളാണ് വെളിപ്പെടുത്തിയത് നമുക്ക് പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ, ഒന്നാമത്തേത് വെള്ളം വീഞ്ഞാക്കുന്നതിലൂടെ കർത്താവ് ഈശോ മിശിഹ നമ്മളോട് പറയുന്നത് അവന് ക്വാളിറ്റിയുടെ മേൽ അധികാരമുണ്ട്, ഗുണമേന്മയുടെ മേൽ. വെള്ളത്തിൻ്റെ സാന്ദ്രതയല്ല വീഞ്ഞിൻ്റെ സാന്ദ്രത, വെള്ളത്തിൻ്റെ ക്വാളിറ്റിയല്ല വീഞ്ഞിൻ്റെ ക്വാളിറ്റി. ക്വാളിറ്റേറ്റീവ് ലെവലിൽ വെള്ളത്തെക്കാൾ ഉയർന്നതാണ് വീഞ്ഞ്. യേശു എന്ന ദൈവപുത്രൻ ലോകത്തോട് പറയുകയാണ്, നിൻ്റെ ഗുണമേന്മ വ്യത്യാസപ്പെടുത്താൻ അധികാരമുള്ളവനാണ് ഞാൻ. രണ്ടാമത്തെ അടയാളം,
രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തിയതാണ്. രാജസേവകൻ്റെ മകൻ വീട്ടിലായിരുന്നു. യേശു അവൻ്റെ മകൻ സുഖപ്പെടും എന്ന് പറഞ്ഞത് വഴിയിൽ വെച്ചാണ്. വഴിയിൽ നിന്ന് വീട്ടിലേക്ക് ദൂരമുണ്ട്. രണ്ടാമതായി, രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നതിലൂടെ യേശു നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ദൂരത്തിൻ്റെ മേൽ അധികാരമുണ്ട്. വിദൂരത്തിലേക്ക് എനിക്ക് ദൈവശക്തി വ്യാപരിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ. ഇതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം, ബെത്സദ കുളത്തിൻ്റെ കരയിലെ 38 വർഷമായി തളർന്നു കിടന്ന രോഗി സുഖപ്പെട്ടത്. ആ സംഭവത്തിലൂടെ, ആ അത്ഭുതത്തിലൂടെ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ദൈവത്വത്തിൻ്റെ മൂന്നാമത്തെ ഒരു തലം, അതായത് എനിക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്. 38 വർഷം തളർന്നു കിടന്നവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വഴി യേശു പറയുകയാണ്, എനിക്ക് കാലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലും അധികാരമുണ്ട്. നാലാമത്തേത്, 5 അപ്പം 5000 വർദ്ധിപ്പിച്ചതിലൂടെ, 5 5000 മാറ്റുന്നതിലൂടെ യേശു എന്ന ദൈവപുത്രൻ നമ്മോട് പറയുന്നു, എനിക്ക് ക്വാണ്ടിറ്റിയുടെ മേൽ, അളവിൻ്റെ മേൽ, എണ്ണത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ആറാമതായി, വെള്ളത്തിന് മീതെ നടക്കുന്നതിലൂടെ ഈശോ പറയുന്നു, പ്രപഞ്ച ശക്തികൾക്ക് മീതെ അധികാരമുള്ള ദൈവമാണ് ഞാൻ. ആറാമതായി, ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുക വഴി ഈശോയ്ക്ക് ശരീരത്തിൻ്റെ മേലും രോഗങ്ങളുടെ മേലും അധികാരമുണ്ടെന്നും, കുറെ കൂടി പ്രായോഗികമായി ചിന്തിച്ചാൽ ദൗർഭാഗ്യങ്ങളുടെ മേൽ, മനുഷ്യൻ്റെ ക്ലേശത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് യേശു പ്രഖ്യാപിച്ചു. ഏഴാമത്തേത്, ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം. ആ അടയാളത്തിലൂടെ ഈശോ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുണ്ട്. ഞാൻ ജീവൻ്റെയും മരണത്തിൻ്റെയും അതിനാഥനായ ദൈവമാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും എൻ്റെ നിയന്ത്രണത്തിന് അകത്താണ്. എനിക്ക് ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങനെ കർത്താവ് ശംസിക ഈ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ ഈ അടയാളങ്ങളുടെ അവസാനത്തെ അടയാളമായിരുന്നു ലാസറിനെ ഉയർപ്പിച്ചത്. അപ്പോൾ ഇവിടെ മരണത്തിൻ്റെ മേൽ തനിക്ക് അധികാരമുണ്ട് എന്ന് യേശു ഈ സംഭവത്തിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ വിചിത്രമായ ഒരു കാര്യമുണ്ട്. ഈ സംഭവമാണ് യേശുവിൻ്റെ മരണത്തിന് കാരണമായത്. മരണത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട് എന്ന് ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ പ്രഖ്യാപിച്ച യേശു തൻ്റെ മരണത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ നടന്നെടുത്തത് ഈ അടയാളം പ്രവർത്തിച്ചതിന് ശേഷമാണ്. നമ്മൾ യോഹന്നാൻ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ കാണാൻ പറ്റും, യേശുവിൻ്റെ മരണത്തിന് ഏറ്റവും അടുത്ത കാരണം, യേശുവിനെ പിടിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും വിചാരണ ചെയ്യുന്നതിനും കൊലക്കളത്തിലേക്ക് നയിക്കുന്നതിനും യഹൂദന്മാരെ പ്രേരിപ്പിച്ച ഏറ്റവും പെട്ടെന്നുണ്ടായ പ്രകോപനം ലാസറിനെ ഉയർപ്പിച്ചതായിരുന്നു. ഇത്രയും ആമുഖമായ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമുക്ക് 11-ാം അധ്യായത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയായിൽ നിന്ന് ഉള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതൻ ആയത്. ഈ വീടിനെ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യമായിട്ടാണ് ഈ ഭവനം പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ കുടുംബത്തെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ലൂക്ക 10-ൽ പറയുന്നുണ്ട്, മർത്ത അവനെ വീട്ടിൽ സ്വീകരിച്ചു, മറിയം അവൻ്റെ പാദത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു, അവൾക്ക് ലാസർ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്, ബഥാനിയയിലെ ഈ വീടിനെ പാരമ്പര്യം വിളിക്കുന്നത്, പിതാക്കന്മാർ വിളിക്കുന്നത് ആശ്വാസത്തിൻ്റെ ഭവനം എന്നാണ്. The home at Bethany was Jesus' home of consolation, ആശ്വാസ ഭവനം. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ വീടിനെ ആശ്വാസത്തിൻ്റെ വീട് എന്ന് വിളിച്ചത്? ആ ഒരൊറ്റ കാര്യത്തിലൂടെ നമുക്ക് ഈ 11-ാം അധ്യായത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഈശോയുടെ ജീവിതം പരിശോധിച്ചാൽ എല്ലാ മനുഷ്യരും യേശുവിനെ സമീപിച്ചത്
യേശുവിൽ നിന്ന് ആശ്വാസം തേടിക്കൊണ്ടാണ്, യേശുവിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനാണ്. യേശു തന്നെ ലോകത്തിന് അവതരിപ്പിച്ചതും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. വേദനയിലും വേപഥുവിലും ദുഃഖത്തിലും ഭാരത്തിലും തകർച്ചയിലും കഴിഞ്ഞ സകല മനുഷ്യരെയും ആശ്വസിപ്പിക്കാൻ ലോകത്തിലേക്ക് വന്ന യേശു തൻ്റെ പീഡാനുഭവത്തിൻ്റെ ഏറ്റവും ക്ലിഷ്ടകരവും ക്ലേശകരവുമായ ദയനീയവും ഭയാനകവുമായ രംഗങ്ങൾക്ക് മുമ്പ് ആശ്വാസം തിരഞ്ഞു പോയ വീടായിരുന്നു ബഥാനിയ. ഒരു ദൈവ മകൻ, ഒരു ദൈവ ശിഷ്യൻ, ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുക കൂടി ചെയ്യുന്ന ആളാണ്. നമ്മൾ ഗത്സമൻ തോട്ടത്തിൽ ഈശോ പീഡാനുഭവത്തിൻ്റെ തൊട്ട് മുമ്പ് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മാലാഖയെ അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ മാലാഖയെ വിളിക്കുന്ന പേര് കൺസോളിംഗ് ഏഞ്ചൽ എന്നാണ്, ആശ്വാസത്തിൻ്റെ മാലാഖ. യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാൻ കൂടി ഉള്ളവരാണ്. എങ്ങനെയാണ് ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുക? കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സഹിക്കുന്ന കഷ്ടപ്പാടുകൾ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെടുക്കുന്ന വേദനകൾ, ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തെ അവസാനത്തെ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിലും ഹൃദയത്തിലും എത്തുന്നത് വരെ നിങ്ങളെടുക്കുന്ന അശ്രാന്ത ക്ഷീണ പരിശ്രമങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നതിന് തുല്യമാണ്. ക്രിസ്തുവിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാനുള്ള ആ മഹത്തായ ദൗത്യത്തിൽ കൂടി പങ്കാളികളാകാൻ 11-ാം അധ്യായം നമ്മളെ വിളിക്കുകയാണ്. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയായിൽ നിന്ന് ഉള്ളവനായിരുന്നു. ഇനി മറിയത്തെക്കുറിച്ച് ഒരു അഡീഷണൽ സൂചന കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്ത്. ഈ സംഭവം വരാൻ പോകുന്നത് അടുത്ത അധ്യായത്തിലാണ്. എന്നാൽ ഈ 11-ാം അധ്യായം പറയുമ്പോൾ തന്നെ, ലാസറിൻ്റെ മരണത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും പറയുമ്പോൾ തന്നെ, മറിയത്തിൻ്റെ ഇനി വരാൻ പോകുന്ന, യോഹന്നാൻ അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്ന സമർപ്പണത്തെ യോഹന്നാൻ മുൻകൂട്ടി പറയുന്നത് എന്തിനായിരിക്കും? അതായത് യോഹന്നാൻ പറയുകയാണ്, ഈ സംഭവങ്ങളെല്ലാം ഞാൻ വിവരിക്കുന്നത് മറിയത്തിൻ്റെ സാദൃശ്യത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ അധ്യായം പറയുന്നത് തന്നെ 12-ാം അധ്യായത്തിൽ മറിയം എന്തു ചെയ്തോ അതിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് ഇനി വരാൻ പോകുന്ന ആ മനോഹരമായ സമർപ്പണത്തിൻ്റെ സൂചന ഈ ആദ്യ അധ്യായത്തിൽ തന്നെ, ഈ 11-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇവരുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവ്, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അപ്പോൾ യേശു സ്നേഹിച്ച ഈ കുടുംബം, ഈ ബൈബിളിന് പുറത്തുള്ള ചില രചനകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈശോയുടെ ബന്ധുക്കളായിരുന്നു, പരിശുദ്ധ അമ്മയുടെ ബന്ധുക്കളായിരുന്നു ഇവർ എന്ന ഒരു വായന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോ തൻ്റെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് ഓരോ വർഷവും ജെറുസലേമിൽ തിരുനാൾ ആഘോഷത്തിന് പോകുമ്പോൾ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും മർത്തയും മറിയവും ലാസറും യേശുവിൻ്റെ കളിക്കൂട്ടുകാരായിരുന്നെന്നും ചില വായനകളും ബൈബിളിന് പുറത്തു നിന്ന് കണ്ടെത്താൻ കഴിയും. എന്തു ആവട്ടെ, അഗാധമായ ഒരു സ്നേഹം ഈശോയ്ക്ക് ഈ കുടുംബത്തോട് ഉണ്ടായിരുന്നു. സവിശേഷമായ ഒരു ബന്ധം ഇവരോടുണ്ടായി. ഈ 2 സ്ത്രീകളോടും ഈ പുരുഷനോടും ഈശോ അഗാധമായ ഒരു സ്നേഹബന്ധം പുലർത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സഹോദരിമാർ അവൻ്റെ അടുത്തേക്ക് ആളയച്ചിട്ട് പറയുന്നത്, ഗുരു, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ഞാൻ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഈ കാര്യങ്ങളെല്ലാം, ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളുടെ ഓരോ വിശദാംശങ്ങളും യേശുവിന് അറിയാമായിരുന്നു.
യേശു ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു, അല്ലെങ്കിൽ യേശുവാണ് സത്യത്തിൽ ഈ തിരക്കഥ തയ്യാറാക്കിയത്. ഞാൻ കൂടുതൽ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ഈശോ പറയാണ്, ഇത് മരണത്തിൽ അവസാനിക്കാനുള്ള രോഗമല്ല. ഈ യാത്രയുടെ അവസാനം ലാസറിൻ്റെ മരണമല്ല. ഈ രോഗത്തിലൂടെ വലിയ ഒരു ദൈവമഹത്വം വെളിപ്പെടാനുണ്ട്, ദൈവപുത്രൻ്റെ മഹത്വം വെളിപ്പെടാനുണ്ട്. യേശു മർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു, നിങ്ങളോട് ഒരാൾ വന്ന് അറിയിക്കുന്നു അയാൾ രോഗിയായിരിക്കുന്നു. തൊട്ടടുത്ത നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ അപ്പോൾ തന്നെ ആ രോഗിയായിരിക്കുന്ന ആളെ കാണാൻ പോകും. കാരണം എന്താണ്? നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മളെ വളരെ അപ്രതീക്ഷിതമായി ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ സംശയമുണ്ടാക്കുന്ന ഒരു വാചകമാണ് യോഹന്നാൻ പറയുന്നത്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും പോയില്ല. സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് പോയി എന്നല്ലേ പറയേണ്ടത്? പക്ഷേ യോഹന്നാൻ പറയുന്നത് സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് പോയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ചില വേദനകളിൽ കർത്താവ് കടന്നു വന്നില്ല എന്ന ഒരു പരിഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇവിടെ വചനം പറയുന്നു, സ്നേഹിച്ചതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അവൻ വരാത്തത്. ഇപ്പോൾ യേശു ആ വീട്ടിൽ ചെന്നിരുന്നെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് രോഗശാന്തിയാണ്. എന്നാൽ 4 ദിവസം കഴിഞ്ഞ് യേശു ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഉത്ഥാനമാണ്. നിനക്ക് വേണ്ടത് രോഗപ്പൊറുതിയാണോ? നിനക്ക് വേണ്ടത് അതിനേക്കാൾ വലിയ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്നതാണ്. അതായത് യേശു എപ്പോഴും ചില കാര്യങ്ങൾ താമസിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ സ്നേഹമുണ്ട്, അവൻ്റെ ജ്ഞാനമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, യേശു ചില കാര്യങ്ങൾ താമസിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ സ്നേഹമുണ്ട്, അവൻ്റെ ജ്ഞാനമുണ്ട്. എനിക്ക് എൻ്റെ ചെറിയ പ്രായം മുതൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് വർഷങ്ങൾ കല്യാണം നടക്കാൻ വേണ്ടി എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. ഞാൻ ഒരുപാട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ധ്യാനഗുരുക്കന്മാരും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുമാതിരി എല്ലാ പിതാക്കന്മാരും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾ നീണ്ടുപോയി. 35 വയസ്സ് കഴിഞ്ഞു, 40 വയസ്സ് കഴിഞ്ഞു, 45 വയസ്സ് കഴിഞ്ഞു, കല്യാണം നടക്കുന്നില്ല. ഒരു വേള ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ ഈ വ്യക്തിക്ക് കല്യാണം നടക്കില്ലായിരിക്കും. ചിലപ്പോൾ ഒരു ഏകാന്ത ജീവിതമായിരിക്കും, ഏകസ്ഥ ജീവിതമായിരിക്കും ഈ വ്യക്തിക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 50-ാമത്തെ വയസ്സിൽ ഒരിക്കൽ എൻ്റെ ഈ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കല്യാണമാണ്, നീ വരണം. 50-ാമത്തെ വയസ്സിൽ വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നിട്ടും ഞാൻ ആ കല്യാണത്തിന് പോയി. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ആ ആളോട് സംസാരിച്ചു. ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2-3 വർഷമാവുന്നു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, 50-ാമത്തെ വയസ്സ് വരെ ദൈവം ഞാൻ ആഗ്രഹിച്ച സമയത്ത് എൻ്റെ കല്യാണം നടത്തി തരാതിരുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായി തരാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സന്തോഷിപ്പിച്ച ഞാൻ കേട്ട വാചകങ്ങളിലൊന്നാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ അത് ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ അടയാളമായി ലോകം പറയും. പക്ഷെ ബൈബിൾ പറയുന്നു, അവൻ അവരെ സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് അവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അവൻ പോയില്ല. സത്യം പറഞ്ഞാൽ ലാസർ മരിക്കാൻ യേശു കാത്തിരുന്നു. 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറല്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അതായത് പകലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട്. രാത്രിയായാൽ അത് പിന്നെ നടക്കില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ഈശോയ്ക്കറിയാൻ ലാസർ മരിച്ചു കഴിഞ്ഞു. പക്ഷെ മരണത്തെ ഈശോ വിളിച്ച പേരെന്താണ്? ഉറക്കം. മരണം വിശ്വാസിയെ സംബന്ധിച്ച് ഉറക്കമാണ്.
ഉറങ്ങുന്നവർ ഉണരും. ഈ ഭൂമിയിൽ വെച്ച് മരണമാകുന്ന കിടക്കയിൽ ഉറങ്ങിയവർ ക്രിസ്തുവിൻ്റെ മടിത്തട്ടിൽ പിറ്റേ പുലരിയിൽ ഉയർത്തെഴുന്നേൽക്കും. നമ്മളെ മരണത്തിന് ശേഷം കണ്ടെത്തുന്നത് ഈ ഭൂമിയിലല്ല, യേശുവിൻ്റെ മടിയിലാണ്. ഈശോ പറയാണ്, ഞാനവനെ ഉണർത്താൻ പോവുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്കവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ ചില ദുഃഖ നാഴികകളിൽ കർത്താവ് കടന്നു വന്നില്ല എങ്കിൽ വലിയ മഹത്വം നമുക്ക് വേണ്ടി അവൻ കാത്തുവച്ചിട്ടുള്ളത് കൊണ്ടാണ്. വലിയ കൃപകൾ നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഈ ദിവസം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിൽ നിങ്ങൾ എന്നോട് കൂടി വചനം ധ്യാനിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതിന് മുമ്പ് വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകളിൽ ഞങ്ങൾ കൂടുതൽ കർത്താവിനോട് വിശ്വസ്തരായി ജീവിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചിക്കുന്നു. വലിയ ദൈവകൃപകൾ ഉണ്ടാവട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം യാചിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപകൾ അപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.